12ഓളം എക്സാംസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൺഫർമേഷന് വേണ്ടി വന്നിട്ടുള്ളത്. അത് ഒരേ ഡേറ്റിലാണ് എക്സാംസ് നടക്കാൻ പോകുന്നത് അല്ലേ? ഒരേ ഡേറ്റ്. ഇപ്പോൾ ഒരു 50 വേക്കൻസിയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 50 റാങ്ക് കിട്ടിയാലാണോ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കിട്ടുക? കാരണം ഞാനിത് പറയാൻ കാരണം സിലബസ് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഇവിടെ തരാൻ കാരണം 3 മാസം കൊണ്ട് നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു വലിയ സിലബസ് ആണെങ്കിൽ, ഒരു നല്ല ഡെപ്തുള്ള ഒരു സിലബസ് ആണെങ്കിൽ 3 മാസം ഒന്നും ഒരിക്കലും മതിയാവില്ല. അപ്പോൾ ഒരു ഗേറ്റ് എക്സാം. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഇലക്ട്രിക്കൽ കാറ്റഗറിയിൽ വരുന്ന ഡിഫറെൻറ്റ് എക്സാംസുകളുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജസ് എല്ലാവരുടെ കയ്യിൽ പ്രൊഫൈലിലും മെസ്സേജസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. സോ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തു വെച്ചേക്കുക. കാരണം മറന്നു പോരുത്, പിന്നെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ച് മറന്നു വരുത്. നിങ്ങൾ ആ മെസ്സേജ് കണ്ട ഉടനെ തന്നെ കൺഫർമേഷനും കൊടുത്തേക്കണം. ഓക്കെ, സോ ആ ഒരു എക്സാം ഏതൊക്കെ എക്സാംസുകളാണ്? 12ഓളം എക്സാംസുകൾ എന്ത് ചെയ്തിട്ടുള്ളത് കൺഫർമേഷന് വേണ്ടി വന്നിട്ടുള്ളത്. അത് ഒരേ ഡേറ്റിലാണ് എക്സാംസ് നടക്കാൻ പോകുന്നത് അല്ലേ? ഒരേ ഡേറ്റിൽ ഏപ്രിലിൽ നടക്കാൻ പോകുന്ന ഈ എക്സാംസുകളുടെയൊക്കെ പ്രത്യേകത ഇതൊക്കെ നടക്കാൻ പോകുന്നത് ഒരേ ഡേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സാം ഡേറ്റ് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ, 25/4/2024 ആണല്ലേ? അതായത് ഏപ്രിൽ 25-നാണ് ഈ എക്സാംസുകൾ നടക്കാൻ പോകുന്നത്. അതായത് ഒരു കോമൺ എക്സാംസ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് തീർച്ചയായിട്ടും ഒരു തരത്തിൽ ബെനിഫിഷ്യലാണ്. കാരണം നിങ്ങൾ ഒരുപാട് എക്സാംസുകളൊന്നും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഒരൊറ്റ ദിവസം തന്നെ. കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ എക്സാംസുകൾ എഴുതിയിട്ടുണ്ടല്ലേ? നമ്മൾ അത്രത്തോളം എക്സാംസുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. 2024 നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് PSC വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എക്സാംസുകളെല്ലാം ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസുകൾ ഇപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇലക്ട്രീഷ്യൻ എക്സാം സ്റ്റേറ്റ് വൈഡ് ആണ്. അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ ഉണ്ടാവും. 10,000-ലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വന്നിട്ടുണ്ട്. ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഡ്സ്മൻ ഗ്രേഡ് 2. അപ്പോൾ അത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ്. പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 14,000 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്കറിയാം, ഇത്തരം അപ്ലിക്കൻസ് അത്രയും കൂടുതൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യാറുണ്ട്, അത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ കുറയാറുണ്ട്. മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ എക്സാമിന് ജെനുവിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒന്നാമത് ഈ പോസ്റ്റുകൾ പലപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സാമിനേഷനിൽ നമ്മളുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വൺസ് നമുക്കത് കിട്ടുന്നുള്ള കാര്യം, നമുക്ക് ആ പോസ്റ്റ് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു വേക്കൻസി ഉള്ള പോസ്റ്റിന് വരെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആകുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഏത് എക്സാം എഴുതിയാലും ക്രാക്ക് ആവുക. സോ ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾ ഒറ്റ എക്സാംസ് അല്ലേ, ഇതിൽ ഇത്ര കുറച്ച് വേക്കൻസികൾ, ഇതിൽ 10 വേക്കൻസി, ഇതിൽ 2 വേക്കൻസി, ഇതിൽ 5 വേക്കൻസി ഒക്കെ ആണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരുന്ന ആളുകൾ ഇതിലുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ സബ് എഞ്ചിനീയറിൽ 35,000-ലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തതിൽ ഇപ്പോൾ അത് കുറഞ്ഞ് 14,000-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ ജെനുവിനായിട്ട്, അതായത് ഇതിനു വേണ്ടി സിൻസിയറായിട്ട് പഠിക്കുന്നവരുടെ എണ്ണം ലെസ് ദാൻ 1,000 ഉണ്ടാവും, ഉറപ്പാണ്. 1,000-ൽ താഴെ ആളുകളൊക്കെ ഈ എക്സാമിന് വേണ്ടി സിൻസിയറായിട്ട് പഠിക്കുന്നുണ്ടാവും. സോ പഠിക്കുന്ന ആളുകൾക്ക് നല്ല സാധ്യത തന്നെയാണ്. പിന്നെ അനിമൽ ഹസ്ബൻഡറി ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്, അത് ട്രിവാൻഡ്രമാണ്. അതിൽ 1,759 കണ്ട, കുറഞ്ഞ ആളുകളെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇലക്ട്രീഷ്യന് ആ ഒരു യോഗ്യതയുള്ള ആളുകൾ. പിന്നെ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ, അതിലും 7,300, അത് സ്റ്റേറ്റ് വൈഡ് ആണ്. അതേപോലെ ഇലക്ട്രീഷ്യൻ ഹാർബർ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൽഡ് അസിസ്റ്റൻറ്റ്, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം, എറണാകുളം, വയനാട്, കാസർഗോഡ് വന്നിട്ടുണ്ട്. ഏതാണ്ട് എല്ലാത്തിലും ഇതിൽ തന്നെ കാസർഗോഡ് പൊതുവേ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വളരെ കുറവായിട്ടാണ്, 986 ആണ്. അപ്പോൾ അതിൽ കൺഫർമേഷൻ കൊടുക്കുന്നതൊക്കെ വരുമ്പോൾ വളരെ ഇനിയും കുറയാൻ തന്നെയാണ് സാധ്യത ഉള്ളത് കേട്ടോ. ഇനി തീർച്ചയായിട്ടും നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഇലക്ട്രീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, അതിലും തിരക്കേടില്ലാത്ത ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. നിലവിൽ തന്നെ അത്യാവശ്യം വേക്കൻസീസ് ഒക്കെ ഉണ്ട്, അത് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാമാണ്. ഇപ്പം നിലവിൽ 18,000-ലധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇവിടെ 18,000 ഉണ്ട്. എന്നാൽ ഇതേ യോഗ്യത ഉണ്ടായിരുന്ന എക്സാം ആയിട്ടുള്ള ഈ ഇരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് 14,000 ആളേ ഉള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? ഒരു 4,000-ഓളം ആളുകൾ അവിടെ കുറയാനുള്ള കാരണം എന്തായിരിക്കും? ഒരേ യോഗ്യതയുള്ള പരീക്ഷയായിട്ടും വേക്കൻസികൾ നോക്കി കൊടുക്കാതിരുന്നിട്ടുണ്ടാവും. അതല്ലേ, ഇവിടെ കുറച്ചുകൂടി വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് കൊടുക്കുന്നുണ്ടാവും. സോ വേക്കൻസി കൂടുതലുള്ള പോസ്റ്റ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാവുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഒരു വേക്കൻസി ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ആ എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ,
പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ പറയുകയാണ് ഈ എക്സാംസിൽ ഇപ്പോൾ ഈ ട്രേഡ്സ്മാനിൽ നിങ്ങൾക്കൊരു 50 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ അത്രയില്ല, 24 സംതിങ് ആണുള്ളത്. ഇപ്പോൾ ഒരു 50 വേക്കൻസിയാണ് ഉള്ളതെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 50 റാങ്ക് കിട്ടിയാലാണോ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കിട്ടുക? ഞാൻ പറയുക അല്ല. അതായത് 50 റാങ്കിനുള്ള 50 പോസ്റ്റുള്ള ഒരു എക്സാമിന് ആദ്യത്തെ 50 റാങ്ക് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ KSEBയിൽ ഒരു 700 അല്ലെങ്കിൽ ഒരു 700 പോസ്റ്റെങ്കിലും KSEBയിൽ വന്നു എന്ന് വിചാരിക്കുക. സബ് എഞ്ചിനീയറിൽ KSEB സബ് എഞ്ചിനീയറിൽ ഒരു 700 പോസ്റ്റ്, അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൽ ഒരു 200 പോസ്റ്റും വന്നു എന്ന് വിചാരിക്കാം. ഇപ്പം തന്നെ 900 ആയില്ലേ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 950 റാങ്ക് കിട്ടുന്ന ആൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ 950 കിട്ടിയ ആദ്യത്തെ 50 പേർക്കാണോ ജോലി കിട്ടിയിട്ടുണ്ടാവുക? അല്ല, 950ാമത്തെ റാങ്ക് കിട്ടിയ ആൾക്കും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അതായത് ഇത്തരം പോസ്റ്റുകൾ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 50 റാങ്കിലുള്ളവർക്കാണ് ജോലി കിട്ടുക എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. കാരണം നിങ്ങൾ ഇതിനേക്കാൾ ഉയർന്ന പോസ്റ്റുകളിലേക്ക് ആളുകൾ വരുന്ന സമയം അവർ തന്നെയല്ലേ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുക. ഓൾറെഡി ആ എക്സാംസുകളൊക്കെ എഴുതുന്ന ആളുകളല്ലേ ഈ എക്സാംസ് എഴുതുന്നുണ്ടാവുക. സബ് എഞ്ചിനീയർ പഠിച്ച ആളുകൾ, എയ്ക്ക് പഠിച്ച ആളുകൾ, മറ്റ് എക്സാംസുകൾക്ക് പഠിക്കുന്ന ആളുകൾ, അവരൊക്കെ തന്നെയായിരിക്കും ഇതേ എക്സാംസിന് എന്ത് ചെയ്യുന്നുണ്ടാവുക, അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. സോ അവർ സ്വാഭാവികമായിട്ടും ആദ്യം റാങ്ക് ലിസ്റ്റ് വരുന്നിട്ടുള്ളത് സബ് എഞ്ചിനീയറും ഇനി വരാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറൊക്കെ ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അതിലേക്ക് പോവും. സോ അങ്ങനെ വരുമ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യുകയാണ്, റാങ്ക് ലിസ്റ്റ് താഴെയുള്ള ആളുകൾക്ക് ജോബിന് സാധ്യതയുണ്ട്. സോ അങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സാർ ആ രീതിയിലൊക്കെ തന്നെയാണ് പോസ്റ്റിംഗ് നടക്കാൻ പോകുന്നത്. കാരണം ആദ്യം ഈ വേക്കൻസി വരാൻ പോകുന്നത് ഇവിടെ അല്ലല്ലോ. ആദ്യം വേക്കൻസി വരാൻ പോകുന്നത് സബ് എഞ്ചിനീയറിലും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിലുമാണ്. അതിന് ശേഷമല്ലേ ഇവിടേക്ക് എത്തുള്ളൂ. സോ തീർച്ചയായിട്ടും അവസരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ആദ്യത്തെ 50 പേർക്കോ അല്ലെങ്കിൽ ആദ്യത്തെ 20 പേർക്കോ ഒന്നും അല്ല, അതിൽ കൂടുതൽ റാങ്കുള്ള ആളുകൾക്കും, പിന്നെ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഇനിയും ഒരുപാട് മുകളിലുള്ള റാങ്കിലുള്ള ആളുകൾക്ക് വരെ എന്ത് ചെയ്യാം, ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സോ കൺഫർമേഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, സിൻസിയറായിട്ട് പഠിക്കാൻ. നമുക്ക് എന്താ ഈ എക്സാമിൽ പഠിക്കാനുള്ളത്? ഭയങ്കര ഭീകരമായ എന്തെങ്കിലും സിലബസ് ഉണ്ടോ? ഇനി നിങ്ങൾക്കറിയാം, ഇനി ഈ എക്സാമിലേക്ക് നിയർലി ഒരു 3 മാസം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നിയർലി ഒരു 3 months ഉണ്ട്. ഓക്കെ, ഈ ഒരു 3 months എന്ന് പറയുന്നത് ഇനഫ് ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ആ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഈ എക്സാമിന് വരുന്ന സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എന്താ ഈ സിലബസ് ഉള്ളത്? ഈ സിലബസിൽ നമ്മൾ ആദ്യത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ബേസിക് ഇലക്ട്രിസിറ്റി ഒക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ? ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ആൻഡ് ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? നിങ്ങൾ ഇതിൽ ഈ ടോപ്പിക്കിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുക? നിങ്ങൾ നിമിയുടെ ബുക്ക് എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രീഷ്യൻ പോലുള്ള എക്സാംസുകൾക്ക് പോയി നിമിയുടെ ബുക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, റെഫർ ചെയ്യാറുള്ളത്. അതിലെ ക്വസ്റ്റ്യൻ ബാങ്ക് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഓംസ് ലോ, കിർച്ചോഫ് ലോ, അതേപോലെ എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ലോസ് ഓഫ് റെസിസ്റ്റൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്, ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെല്ല്, ബക്ലിംഗ്, സെഡിമെൻറ്റേഷൻ. ഞാൻ സിലബസിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കുന്നില്ല. കാരണം ഞാനിത് പറയാൻ കാരണം സിലബസ് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഇവിടെ തരാൻ കാരണം 3 മാസം കൊണ്ട് നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു വലിയ സിലബസ് ആണെങ്കിൽ, ഒരു നല്ല ഡെപ്തുള്ള ഒരു സിലബസ് ആണെങ്കിൽ 3 മാസം ഒന്നും ഒരിക്കലും മതിയാവില്ല. അപ്പോൾ ഒരു ഗേറ്റ് എക്സാം 3 മാസം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുപോലെയാണോ ഈ എക്സാം? അല്ല. ഇതിലുള്ള ടോപ്പിക്കുകളൊക്കെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇനി നോക്കിയേ, നമ്മളിപ്പോൾ ഈ ഒരു മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, എർത്തിങ്, ടൈപ്സ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ, ഗ്രേഡിംഗ് ഓഫ് കേബിൾ ആൻഡ് വയർസ്, കറണ്ട് റേറ്റിംഗ്, ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റലേഷൻ ബൈ മെഗേഴ്സ്. ഇനി നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 5ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ മെഷീൻസ് ആണ്. DC മെഷീൻസ്, DC മോട്ടോഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ AC മോട്ടോഴ്സ്, ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ്, അതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. ഇനി 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ അല്ലേ, മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ വരുന്നത്. ദെൻ 8ാമത്തെ മൊഡ്യൂളിൽ ഇല്യൂമിനേഷന്, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് ഇല്യൂമിനേഷൻ, ലോസ് ഓഫ് ഇല്യൂമിനേഷന്, പിന്നെ ടൈപ്സ് ഓഫ് ലാംപ്സ്, ഡൊമസ്റ്റിക് അപ്ലയൻസ്, സെമി കണ്ടക്ടേഴ്സ്, P ടൈപ്പ്, N ടൈപ്പ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ്, റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ, ഒക്കെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശരിക്കും 3 മാസവും വേണ്ട, ഒരു 10-50 ദിവസം കൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകൾ മൊത്തത്തിൽ നമ്മൾ അത്യാവശ്യം നന്നായി ടൈം എടുത്ത് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ കഴിയും. പാർട്ട് ടൈം ആയിട്ടല്ല, ഫുൾ ടൈം ആയിട്ട് ഇരുന്ന് പഠിക്കുക കേട്ടോ. കാരണം അത്യാവശ്യം എഫേർട്ട് എടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ പോസ്റ്റുകളിലേക്ക് വേക്കൻസീസ് വലിയ ഭീകരമായ വേക്കൻസീസ് ഒന്നുമില്ല.
പറ്റില്ല. പക്ഷേ ഉള്ള വേക്കൻസി പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആവണം. ദെൻ നമ്മൾ മൊഡ്യൂൾ 9ലേക്ക് വരികയാണെങ്കിൽ പവർ ജനറേഷൻ, ജനറേഷൻ സ്റ്റേഷൻ, സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ. പിന്നെ മൊഡ്യൂൾ 10ലേക്ക് വരികയാണെങ്കിൽ ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന്, ദെൻ കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. ഇങ്ങനെ 10 മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് വീതം 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിന് വരിക. ഇതൊരിക്കലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം അല്ല. ടോപ്പിക്സ് ഒക്കെ ഫണ്ടമെൻ്റൽ ടോപ്പിക്സുകൾ തന്നെയാണ്. നിങ്ങൾ നിമിയുടെ ബുക്സും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, PSCയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കോഴ്സിലേക്ക് വേണ്ടിയിട്ട്, ഇത്രയും കോഴ്സസിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രിയുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കോംബോ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി അതിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഗോൾഡ് ബാച്ച് ഈ ഒരു കോഴ്സിന് വേണ്ടി സ്ട്രക്ചേർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ പാക്കും അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ലൈവ് സെഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോംബോ ബാച്ച് 80 ഡേ ഇലക്ട്രിക്കൽ ഗോൾഡ് കോംബോ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡേറ്റ്, എക്സാം ഡേറ്റ്, നിങ്ങൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഫെബ്രുവരി 1 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത് എൻട്രിയിൽ എപ്പോഴും പ്രീമിയം ആയിട്ടുള്ള ഒരു കോഴ്സാണ്. കഴിഞ്ഞ സബ് എഞ്ചിനീയർ എക്സാംസിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ അതായത് എൻട്രിയിൽ എൻറോൾ ചെയ്തവരിൽ ഭൂരിഭാഗം ആളുകൾ, 100-ലധികം ആളുകളും ഗോൾഡ് ബാച്ചിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്മിഷൻ, അവർക്ക് നല്ല റാങ്ക് സെക്യൂർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത്. എൻട്രിയിലെ പ്രീമിയം ഫാക്കൽറ്റീസിൻ്റെ ലൈവ് സെഷൻസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യണം. നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 1 നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. 80 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ എക്സ്ക്ലൂസീവായിട്ട് ഈ കോഴ്സിന് വേണ്ടി മാത്രം സ്ട്രക്ചേർഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു കോഴ്സാണ്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 25th ഏപ്രിലാണ്. അതിന് മുന്നേ ഈ കോഴ്സ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് ഇതിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് അതേപോലെ പ്രാക്ടീസ് ചെയ്ത് ഇതിൽ നമുക്ക് നല്ലൊരു വിജയം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ ഞങ്ങൾ അധ്യാപകർ തയ്യാറാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് റെസ്പോൺസ് വരേണ്ടത്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോമിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു എക്സാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ മുന്നിൽ കൃത്യമായ ടൈം ലിമിറ്റ് ഉണ്ട്, അതേപോലെ കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ട്. അത് എവിടെ നിന്ന് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻട്രി ആപ്പിൽ ഏറ്റവും മികച്ച കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സോ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ എക്സാം നേടിയെടുക്കാനുള്ള സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2024 ഈ ഒരു PSC എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. സോ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.